ഹേ ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിച്ചു റിനു വ്ളോഗ്സ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മുടെ ഹനബേബിയുടെ കാതുകുത്താണ് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, ഹനബേബി എൻ്റെ ബ്രദറിൻ്റെ മൂന്നാമത്തെ കുട്ടിയാണ്. ആൾക്കിപ്പോൾ 9 മന്തായി. അപ്പോൾ ആളുടെ കാതുകുത്താണ് കേട്ടോ ഇന്ന്. അപ്പോൾ 10 മണിക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. പക്ഷേ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നമ്മൾ ലേറ്റായിട്ടേ എത്താറുള്ളൂ. അത് നിർബന്ധം, എന്താ അറിയില്ല. അങ്ങനെ ഇതാ മോനിക്കുള്ള പാല് റെഡിയാക്കി ഞാൻ, പിന്നെ ചായ റെഡിയാക്കി. ഞാൻ വേഗം നാസ്തയ്ക്കാൻ വേണ്ടിയിട്ടിരുന്ന്, നമുക്ക് ടൈമില്ല. നാസ്തയ്ക്ക് ഇന്ന് ദോശയും ചിക്കൻ കറിയായിട്ട് ഉണ്ടായത്. അങ്ങനെ വേഗം ഫുഡെല്ലാം കഴിച്ച് റെഡിയായിട്ട് ഞാനും ഉമ്മയും കൂടിയിട്ട് ടൗണിലേക്ക് പോകുന്നതാണ്. ഫാമിലിയിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ മോൾക്ക്. പിന്നെ എൻ്റെ മോനെ കൂട്ടിയിട്ടുണ്ടായിട്ടില്ല, മോനെ ഉറക്കാന്ന്. അപ്പോൾ ഇക്കുണ്ട് വീട്ടിലാവുകൊണ്ട് ഞാൻ മോനെ വീട്ടിലാക്കിയിട്ട് ഞാനും ഉമ്മയും കൂടിയിട്ട് വന്നതാണ്. വേഗം ഡ്രസ്സ് എടുത്തിട്ട് പോകാമെന്നുള്ള ഇതിൽ ടൈമില്ലാത്തതുകൊണ്ട്. അപ്പോൾ എൻ്റെ ഇത്താത്ത വീട്ടിലില്ല കേട്ടോ. ഇത്താത്തൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഉള്ളത്. അതുകൊണ്ട് ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഡ്രസ്സ് ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. കളക്ഷൻസിൽ കുറച്ച് കുറവേനു, പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെ ഇവിടുന്ന് തന്നെ നമ്മൾ ഡ്രസ്സും അതിന് വേണ്ട മാച്ചായിട്ടുള്ള ഹെയർ ബാൻഡും ചെരുപ്പും എല്ലാം ഇവിടുന്ന് തന്നെ എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അവർ ഗിഫ്റ്റ് പേപ്പറിലൊക്കെ റാപ്പ് ചെയ്തിട്ടാണ് നമുക്ക് തന്നത്. അങ്ങനെ നമ്മൾ ഡ്രസ്സെല്ലാം വാങ്ങിച്ച് നേരെ എൻ്റെ മോനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ മോനെല്ലാം കൂട്ടിയിട്ട് നമ്മൾ നേരെ അവരെ വീട്ടിലേക്ക് പോയി. പിന്നെ വീട്ടിലെത്തി ഇവിടെ എത്തിയിട്ട് നമ്മൾ വേഗം മോൾക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത്. ആളാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. ഇന്ന് എല്ലാവരും കണ്ടുകൊണ്ടായിരിക്കും ഭയങ്കര കരച്ചിൽ. ഡ്രസ്സൊന്നും മാറ്റാനേ വിടുന്നുണ്ടായിട്ടില്ല, ഫുള്ള് കരച്ചിലേനു. അങ്ങനെ നമ്മൾ ഡ്രസ്സെല്ലാം മാറ്റി കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തിട്ട് പിന്നെ നേരെ ജ്വല്ലറിയിലേക്ക് വന്നിട്ടാണ്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആൾ ഉറങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഉറങ്ങുന്ന സമയത്ത് തന്നെ കാതുകുത്താൻ പാടില്ല, അതുകൊണ്ട് എണീപ്പിച്ചിട്ടുണ്ടായിന് മോളെ. പിന്നെ ഇതിൽ ഞാൻ കാതുകുത്തുന്ന വീഡിയോ എടുത്തിട്ടില്ല, അത് സെപ്പറേറ്റ് ഷോർട്ട് വീഡിയോ ആക്കിയിട്ടാണ് എടുത്തത്. ലോങ് വീഡിയോയിൽ എടുത്തിട്ടുണ്ടായില്ല. ആൾ ചെറുതായിട്ടേ കരഞ്ഞിട്ടുള്ളൂ കേട്ടോ. വലിയ നമ്മൾ പ്രതീക്ഷിച്ച അത്രയൊന്നും കരഞ്ഞിട്ടില്ല. കരഞ്ഞ് ആ ഒരു ടൈം മാത്രം. പിന്നെ ആൾ ഓക്കെ ആയി. നമ്മൾ കാതെല്ലാം കുത്തി നേരെ നമ്മൾ ബേക്കറിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ ചോക്ലേറ്റിൻ്റെ കേക്കെല്ലാം വാങ്ങിച്ച് നേരെ അവരെ വീട്ടിലേക്ക് തിരിച്ചു പോയേട്ടാ. ഇവിടെ എത്തിയിട്ട് നേരെ ഞാൻ അടുക്കളയിൽ പോയേക്കും. ഇത് നല്ല അടിപൊളി കസ്റ്റർഡ് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിന് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു പായസം കുടിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അങ്ങനെ ആണുങ്ങന്മാർ പള്ളിയിട്ട് എത്തിയ സമയത്ത് പിന്നെ ഫുഡ് എടുത്ത് വെക്കലാണ്. ചിക്കൻ പൊരിച്ചതും മക്രോണി ബീഫ് ബിരിയാണി ആയിട്ടുണ്ടായത്. അവർ കഴിച്ചതിന് ശേഷം നമ്മൾ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മോൾക്ക് നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാണ് നമ്മൾ വാങ്ങിച്ച ഡ്രസ്സ്, ഷൂ എല്ലാം. പിന്നെ ഫോട്ടോസും വീഡിയോസിലും എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടാണ്. കേക്കിൻ്റെ മേലെ നമ്മൾ ഹനമോളുടെ കാതുകുത്തെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അവരോട് പറഞ്ഞിട്ട് അവർ എഴുതി തന്നെ. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ കേക്കെല്ലാം കഴിച്ച് നല്ല ടേസ്റ്റുണ്ടായി. നമ്മൾ ചോക്ലേറ്റ് കേക്കാട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിന്. ഇങ്ങനെ കേക്കെല്ലാം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് സമയം ഇരുന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ളോഗ്, ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ചെയ്തോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ ഫ്രം നിച്ചു റിനു വ്ളോഗ്സ്.